അസ്സലാമലൈക്കും, ഹായ്, ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളും കുഴപ്പമൊന്നുമില്ലാണ്ട് സുഖമായിട്ട് പോകുന്നുണ്ട്. ഈ ഡേ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് വ്ലോഗ് മിസ്സിങ് ആണ്. ഞാൻ ഡെയിലി ഇടണം എന്ന് വിചാരിക്കുന്നു, എന്നല്ലാണ്ട് നടക്കുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇക്കാൻ്റെ ഫ്രണ്ടിൻ്റെ മോളുടെ എൻഗേജ്മെൻറ്റിനാണ് കേട്ടോ. അപ്പോൾ റെഡി ആയിട്ട് നമ്മൾ പോണതിന് മുമ്പ് ചെറിയൊരു ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് എങ്ങോട്ട് പോകും, അവിടെ പോയാലോ ഇവിടെ പോയാൽ അങ്ങനെ ഡിസ്കഷനിൽ ഒടുവിൽ നമ്മൾ ലുലുവിലോട്ട് തന്നെ വരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതാ നമ്മളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല, എന്താ മേടിക്കേണ്ടതെന്നുള്ളതൊന്നും. ഓരോന്നിങ്ങനെ താത്താക്കും അനിയത്തിക്കും ഒക്കെ വിളിച്ച് ചോദിക്കുകയാണ്. എൻഗേജ്മെൻറ്റ് ഡേ ആണ്, എന്താണ് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ ഇത്ത പെയിൻറ്റിങ്സ് പറഞ്ഞു, പിന്നെ ഫ്ലവറിൻ്റെ പോട്ട് ഇങ്ങനെ റൂമിലൊക്കെ ബെഡ്റൂമിലൊക്കെ വെക്കില്ലേ, അങ്ങനത്തെയൊക്കെ പറഞ്ഞു. പക്ഷേ ഇക്ക അങ്ങനെ വാച്ച് മേടിച്ചാലോ ചോദിച്ചു ഞാൻ. അപ്പോൾ തോന്നി ഓക്കെ, അത് നല്ല യൂസ്ഫുൾ ആയിരിക്കും. വാച്ചൊക്കെ കെട്ടുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും, കാരണം അവൾ ഒരു അഡ്വക്കേറ്റാണ്, എന്തായാലും വാച്ച് കിട്ടും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ പിന്നെ നമ്മൾ വാച്ചും വളയും കൂടെ ഉള്ള ആ ഒരു സംഭവം എടുത്തു കേട്ടോ. ഇഷ്ടമായോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അവർ ഇങ്ങനെ പാക്ക് ചെയ്യണം ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പാക്കിംഗ് ഒന്നും വേണ്ട, ജസ്റ്റ് ഇങ്ങനെ എന്തെങ്കിലും ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ അങ്ങനെ വെച്ചാൽ മതി. കാരണം പാക്കിംഗ് ഒക്കെ ഇപ്പോൾ ഔട്ടായില്ലേ. അപ്പോൾ എന്തായാലും നമ്മൾ അതെല്ലാം മേടിച്ച് ഇനി പെട്ടെന്ന് പോകണം കേട്ടോ. കാരണം നമ്മൾ കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു. 12 മണി മുതൽ 2 മണി വരെയാണ് എൻഗേജ്മെൻറ്റ് ടൈം. അപ്പോൾ നമ്മൾ അവിടെ എത്താനായപ്പോൾ 1 മണി ആയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ 11:30 ആയി. പിന്നെ ഈ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പോകണ്ടേ. അപ്പോൾ പിന്നെ നമ്മളിതാ അവിടെ എത്തി. ഇതാ ഈ ഒരു ഹാളിൽ വെച്ചിട്ടായിരുന്നു എൻഗേജ്മെൻറ്റ്, പെണ്ണും ചെക്കനും അതാട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ വേഗം ലിഫ്റ്റിലൊക്കെ കയറി മേലോട്ട് പോവുകയാണ്. പോയതും പിന്നെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടു, എല്ലാവരും കൂടെ സംസാരിച്ചു, കുറേ സമയം വിശേഷങ്ങളൊക്കെ പറഞ്ഞു തന്നു. കാരണം ഒരുപാട് കാലമായിരുന്നു കണ്ടിട്ട്. അങ്ങനെ ഇടയ്ക്ക് കാണും ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു 5 മിനിറ്റ് 2 മിനിറ്റ് അങ്ങനെയൊക്കെയുള്ള മീറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇതാ നമ്മൾ സ്റ്റേജിൽ കയറി നമ്മൾ മേടിച്ച ഗിഫ്റ്റൊക്കെ കൊടുക്കണ്ടേ, ജസ്റ്റ് ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ ഈ കുട്ടികളെ ശരിക്കും ചെറുപ്പത്തിൽ കണ്ട ഓർമ്മയുള്ളൂ കേട്ടോ എനിക്ക്. പിന്നെ കുറേ ആയി കണ്ടിട്ട്, അതുകൊണ്ട് പെട്ടെന്ന് ഫേസ് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അങ്ങനെ ക്യാമറമാൻ സംസാരിച്ചുകൊണ്ട് നിൽക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ എന്തൊക്കെയോ ചളി അടിച്ചുകൊണ്ടിരിക്കാൻ കേട്ടോ അവിടെ. അങ്ങനെ ഇനി ഫുഡ് അടിക്കണം. അപ്പോൾ അവിടെ ഫുഡ് നെയ്ച്ചോറും ചിക്കൻ റോസ്റ്റ്, ബീഫ് ഫ്രൈ, സോയ, അങ്ങനെ പിന്നെ ഐസ്ക്രീം, സാലഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫുഡൊക്കെ അടിച്ച് പിന്നെ അവിടെ ഗാനമേള ഉണ്ടായിരുന്നു കേട്ടോ. നല്ല പാട്ട് പാടായിരുന്നു, അതും പഴയ സോങ്ങൊക്കെ. പിന്നെ ഇതിക്കാൻ്റെ ഫ്രണ്ട് കണ്ണേട്ടൻ, എനിക്ക് ശരിക്കും ഓർമ്മയില്ല, മൂപ്പർക്ക് എന്നെ ശരിക്കും ഓർമ്മയില്ല കേട്ടോ, ഒരുപാട് വർഷമായി കണ്ടിട്ട്. അപ്പോൾ എന്തായാലും നമ്മൾ എൻഗേജ്മെൻറ്റൊക്കെ കഴിഞ്ഞ് ഇനി നേരെ വീട്ടിലോട്ട് പോകണം. അത് കഴിഞ്ഞിട്ട് അത്രയൊക്കെ തന്നെ. പിന്നെ പിറ്റേ ദിവസമാണ് കേട്ടോ നമ്മളുടെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് എന്തായാലും ഇത്രയും ഫുഡ് അടിച്ചതല്ലേ, അപ്പോൾ ഒരു കുലുക്കി കുടിക്കാമെന്നുള്ളൊരു മോഹവുമായിട്ട് നമ്മൾ എന്നും പോകുന്ന നമ്മുടെ കടയിലോട്ട് തന്നെ പോയിട്ടോ. മണപ്പുള്ളിക്കാവോ അങ്ങനെ എന്തോ ആണ് കേട്ടോ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ അവിടെ പോയി. പക്ഷേ നമ്മുടെ സ്ഥിരം ചേട്ടന്മാരുണ്ടായിരുന്നില്ല കുലുക്കി ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് നമുക്കൊരു ഭയങ്കര ഉഷാറൊന്നും കിട്ടിയില്ല. കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെട്ട് നമ്മൾ ഇനി നേരെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അങ്ങനെ ഇനി നമുക്ക് ഈവനിങ് കോയമ്പത്തൂരൊന്ന് പോകാനുണ്ടായിരുന്നു, കസിൻ്റെ വീട്ടിലോട്ടാണ്. പക്ഷെ നമ്മളൊന്ന് റെസ്റ്റൊക്കെ എടുത്ത ശേഷം പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ സ്ഥിരം കംഫർട്ട് ഡ്രസ്സ് എടുത്തു. ഇതിൻ്റെ കളർ ചേഞ്ച് ഞാൻ ഇപ്രാവശ്യം കഹാനിൽ പോയപ്പം എടുത്തിട്ടുണ്ട്. 3 ടൈപ്പ് ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. ഞാനത് നെക്സ്റ്റ് വ്ളോഗിലോ ലൈവിലൊക്കെ കാണിക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് DM ചെയ്യുക, നമ്പർ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ടൈപ്പ് ഡ്രസ്സൊക്കെ വേണ്ടവർ പറയുക. ഇനിയിപ്പോൾ 1-2 പീസൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ കളർ ചേഞ്ച്. അങ്ങനെ ഞങ്ങളിതാ റെഡി ആയിട്ട് നമ്മൾ കോയമ്പത്തൂർ പോവുകയാണ്. സൂലൂരിലോട്ടാണ് പോണത്, നമ്മുടെ കസിനെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി അവിടെ പോയി എത്തി. നമ്മൾ അവിടെ നിന്നൊന്നും വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് വീഡിയോസ് എടുത്തു കേട്ടോ.
പിന്നെ നമ്മുടെ ഒരു സബ്സ്ക്രൈബറിൻ്റെ മോനിക്ക് 93% മാർക്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും കൺഗ്രാറ്റ്സ് പറയാണ് കേട്ടോ. ഇനിയും നല്ല പോലെ പഠിക്കാനുള്ള കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ. മക്കൾ എത്രയിലാണ് പഠിക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. +2 8ാം ക്ലാസ്സിലുമാണ് കേട്ടോ. ഇനി +2 ആൾ കമ്പ്യൂട്ടർ സയൻസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങളൊക്കെ. പിന്നെ നമ്മൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ പോയി നമ്മൾ രാത്രിയായിട്ടോ തിരിച്ചു വരാൻ. ഇതെല്ലാം സൂലൂര് എയർഫോഴ്സിൻ്റെ കോമ്പൗണ്ടാണ് കേട്ടോ. എയർഫോഴ്സ് സ്റ്റേഷൻ കോമ്പൗണ്ടാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. വരുമ്പോൾ ഈ ഒരു സംഭവം കണ്ടിട്ടോ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക. പിന്നെ പൊറോട്ടയും സാമ്പാറും കോമ്പിനേഷൻ എല്ലാവരും കഴിക്കാറുണ്ട്, ഏറെക്കുറെ ആൾക്കാർ. പിന്നെ നമ്മൾ നേരെ A2Bയിലോട്ടാണ് കഴിക്കാൻ പോണത്. അപ്പുറത്ത് KFC ഉണ്ട്. അയൻകുട്ടിയുടെ കണ്ണ് മൊത്തം അങ്ങോട്ടാണ്. പക്ഷെ നമ്മൾ പറഞ്ഞു ഇന്ന് നമ്മൾ ഫുള്ള് വെജാണ് കഴിക്കുന്നത്, നാളെ പുറത്ത് പോകുമ്പോൾ എന്തെങ്കിലും മേടിച്ചു തരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവിടെ പോയപ്പോൾ താമരക്കുളം കണ്ടു, മീനൊക്കെ ഉണ്ട് കേട്ടോ, മീൻ തന്നെ അല്ലേ. പിന്നെ നമ്മൾ പോയിട്ട് അവിടെ ഭയങ്കര തിരക്ക്. ഞാനും ഉമ്മയും കൂടെ അങ്ങനെ ഉള്ളിൽ പോയി വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്കിങ്ങനെ ഒരു ചെയർ കിട്ടിയത്. അതും അഡ്ജസ്റ്റ് ചെയ്തിരിക്കേണ്ടി വന്നു, അത്രയും തിരക്ക് കേട്ടോ. രാത്രി 10 മണിയൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിങ്ങനെ ഓർഡറും ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം നമുക്ക് മസാല ദോശയാണ് ഞാനും ഉമ്മയും അയാനും പറഞ്ഞത്. പിന്നെ അവരൊക്കെ ഭൂരി പറഞ്ഞു. അതിൻ്റെ കൂടെ മഷ്റൂം ഫ്രൈയും പിന്നെ നമ്മുടെ പനീർ ബട്ടർ മസാല പിന്നെ മഷ്റൂം മസാല കേട്ടോ. ഇങ്ങനെയാണ് പറഞ്ഞത്. കംപ്ലീറ്റ് വെജായിരിക്കും കേട്ടോ A2Bയിൽ, അത് എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ നല്ല കോഫിക്ക് മാത്രം നല്ല റേറ്റ് ഉള്ള പോലെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. സംഭവങ്ങൾക്കൊക്കെ നല്ല ടേസ്റ്റും ഉണ്ട് റേറ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് തോന്നും ഇതിന് നല്ല അൽഫാമും മന്തിയും കഴിച്ചാണെങ്കിൽ എന്ന് തോന്നും. പക്ഷേ ഇങ്ങനത്തെ ഐറ്റം കഴിക്കണമെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യണ്ടേ. കോഫിയൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു, പക്ഷെ നല്ല റേറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മളതെല്ലാം കുടിച്ച് കഴിഞ്ഞ് ഇനി നേരെ വീട്ടിലോട്ട് പോവുകയാണ്. പിന്നെ പിറ്റേ ദിവസം മുതലാണ് നമ്മുടെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യണത് കേട്ടോ. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഈ പെണ്ണിന് ഈ ഡ്രസ്സ് മാത്രമേ ഇടാനുള്ളൂ എന്നുള്ളത്. എന്താ പറയുക, ഭയങ്കര കംഫർട്ടാണ് കേട്ടോ അത് ഇടാൻ. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഒരു കളർ ചേഞ്ച് ഇപ്രാവശ്യം എടുത്തത് പോയിട്ട്. പിന്നെ കഫ്താൻ ടൈപ്പ് ഞാൻ എടുത്തിട്ടേ ഇല്ല ഇതുവരെ. ഡ്രസ്സ് ഇട്ട് നോക്കിയിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ പോയി ഇട്ട് നോക്കിയപ്പം എനിക്ക് നന്നായിട്ട് ചേരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കുറച്ച് നമ്മൾ മെലിഞ്ഞ പോലെയൊക്കെ തോന്നിയിട്ടോ. അപ്പോൾ ഞാൻ അതെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം നമ്മൾ റെഡിയായിട്ട് ആദ്യം പോണത് ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും 60ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. മെയ് 2-നായിരുന്നു കേട്ടോ അത്. അപ്പോൾ നമ്മൾ പർച്ചേഴ്സോ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉപ്പ പറഞ്ഞു എന്ത് 60ാമത്തെ അല്ലേ, അപ്പോൾ എന്ത് വേണമെങ്കിലും എടുത്തോ പറഞ്ഞു കേട്ടോ. ഉമ്മക്ക് ഫുള്ള് ഫ്രീഡം കൊടുത്തിരിക്കുക. നിനക്ക് എന്താ തോന്നുന്നു അതങ്ങ് എടുത്തോ. ഇനി സ്വർണം വേണോ, ഡയമണ്ട് വേണോ, സാരി വേണോ, അപ്പോൾ എന്തൊക്കെ വേണോ എന്ന് ചോദിച്ചാലും 37 പറയുക സാരി എന്നേ ഉള്ളൂ കേട്ടോ. പറയുക സാരി വേണം, എത്ര സാരി എടുത്താലും സാരി വേണം. അപ്പോൾ പിന്നെ എന്തായാലും നമ്മൾ ശ്രീ ഗണപതി സിൽക്സിലോട്ട് പോയി. സാരി കളക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ പോവുക കേട്ടോ. പ്രൊമോഷനൊന്നുമല്ല, നമ്മുടെ സ്വന്തം എക്സ്പീരിയൻസ് പറഞ്ഞതാണ് കേട്ടോ. ഭയങ്കര കളക്ഷൻ ഉണ്ട് സാരിക്ക്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഫുള്ള് പുതച്ച് മൂടിയിട്ടാണ് വന്നേക്കുന്നത്. ഇനി ആരും എന്നെ കുറ്റമൊന്നും പറയണ്ട കേട്ടോ. പക്ഷേ കുഴഞ്ഞ തുണി ഷോളായതുകൊണ്ട് തലേന്നൊക്കെ വീഴും. ഇനിയിപ്പോൾ അതിനും ഇങ്ങനെ ഓരോന്ന് പറയല്ലേ പ്ലീസ്. അപ്പോൾ എന്തായാലും നമ്മൾ സാരിയൊക്കെ അവിടെ എടുത്ത് പിന്നെന്താണ് ബില്ലെല്ലാം ചെയ്ത് ഇനി നേരെ നമുക്ക് പോകണം. 5 സാരി എടുത്തു. പിന്നെ 1 സെമി കാഞ്ചീപുരം, പിന്നെ ബാക്കിയെല്ലാം വേറെ ടൈപ്പൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ എന്താണ് നേരെ ബില്ലെല്ലാം കൊടുത്ത് ഇനി നേരെ ലുലുവിലോട്ടാണ് പോണത്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഭയങ്കര ആവേശമായി. ലുലുവിൽ പോകണം, പർച്ചേസ് ചെയ്യണം, ഫുഡ് അടിക്കണം, ഐസ്ക്രീം കഴിക്കണം. ആഹാ, എൻ്റെ കോച്ചിങ്ങാൻ ഈ വ്ളോഗ് കണ്ടല്ലോ, നാളെ മുതൽ നീ ജിമ്മിലോട്ട് വരണ്ട എന്ന് പറയാം. അപ്പോൾ എന്തായാലും കുറച്ച് കഴിച്ചിട്ടുള്ളൂ കേട്ടോ. അയ്യോ, ഭയങ്കര എക്സ്ക്യൂസാല്ലേ. തിരിച്ച് ഞാൻ വീണ്ടും ഇതിലോട്ട് തന്നെ വരും. കാരണം നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ അങ്ങനെ ആയിപ്പോയി. പിന്നെ അതുമല്ല വ്ളോഗിൻ്റെ ഇടയിൽ ഇങ്ങനെ കഴിക്കാണ്ടിരിക്കൽ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സങ്കടം പിടിച്ച കാര്യമല്ലേ. ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയണില്ലേ അതിൻ്റെ ഒരു വിഷമം. അപ്പോൾ നമ്മൾ നേരെ ഇനി ലുലുവിലോട്ട് പോവുക.
അങ്ങനെ തന്നെ എന്തൊരു സന്തോഷമല്ലേ മുഖത്ത്. ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഭയങ്കര സന്തോഷം തന്നെയല്ലേ. നമ്മളെല്ലാവരും കൂടെ പുറത്തൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച്. ഉപ്പാക്ക് വരാനൊന്നും വയ്യ, എന്നാലും ഉപ്പാനെയും കൂട്ടിയിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ പോകും. പിന്നെ അവിടെ പോയി ചിക്കിങ് ഓർഡർ ചെയ്തു. ഇവിടെ പൊതുവേ ഞങ്ങൾക്കൊക്കെ ഇഷ്ടം അതാണ്. അപ്പോൾ അവിടെ പോയപ്പോഴാണ് ഈ ഒരു പാർട്ടിനെ നമ്മൾ കണ്ടത് കേട്ടോ. അങ്ങനെ അവൻ്റെ അടുത്ത് കുറച്ച് നേരം കത്തിയൊക്കെ വെക്കുമ്പോഴേക്കും നമ്മുടെ ഓർഡറൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ അവിടെ മദേഴ്സ് ഡേ സ്പെഷ്യൽ ഉണ്ടായിരുന്നു കേട്ടോ. മദേഴ്സ് ഡേക്കാണ് ഈ ഒരു വ്ളോഗ്. ആ ഒരു സ്പെഷ്യൽ ഉണ്ടായിരുന്നു. ഈ ബർഗർ അങ്ങനെ കിട്ടിയതാണ് കേട്ടോ. പക്ഷെ അവർ പറഞ്ഞിരുന്നില്ല. നമ്മൾ പിന്നെ അത് കണ്ട് ഫൈറ്റ് ചെയ്ത് നമ്മൾ ആ ബർഗർ മേടിച്ചിട്ട് പോന്നു കേട്ടോ. പിന്നെ ഒരു അൽഫാം ഓർഡർ ചെയ്തു. അൽഫാമോ പോരാ, ചിക്കിങ് തന്നെയാണ് കേട്ടോ ടേസ്റ്റ്. അപ്പോൾ നമ്മൾ ചിക്കിങ്ങും പിന്നെ അൽഫാമും അങ്ങനെ ഒക്കെ ആയിട്ടാണ് കഴിച്ചത്. പൊതുവേ നമുക്ക് ഫ്രൈഡ് ചിക്കൻ എല്ലാവരും ഭയങ്കര ഫാനാണ്. അത് കഴിഞ്ഞിട്ട് എൻ്റെ വലിയ കുട്ടിക്ക് കാറ് വേണം പറഞ്ഞു കേട്ടോ. അപ്പോൾ അവനക്ക് കാറും മേടിച്ചു കൊടുത്തു. ഹോട്ട് വീൽസോ അങ്ങനെ എന്തോ പറഞ്ഞു കേട്ടോ. അത് വേണം പറഞ്ഞിട്ട് കുറേ ദിവസമായി പിന്നാലെ നടക്കുന്നു. അപ്പോൾ അതൊരു 3-4 മേടിച്ചു കൊടുത്തു. പിന്നെ ഇറങ്ങിയതും ഐസ്ക്രീം കണ്ടു. അപ്പോൾ അവിടെ ഞാൻ സ്റ്റെക്കായി നിന്നെങ്കിലും ഞാൻ അപ്പം ഐസ്ക്രീം കഴിച്ചില്ല. ഇക്കാൻ്റെ കയ്യിൽ നിന്നൊക്കെ കഴിച്ചു. എനിക്കായിട്ട് ഞാൻ മേടിച്ചൊന്നും കഴിച്ചില്ല കേട്ടോ. അയൻകുട്ടി ചോക്ലേറ്റ് എടുത്തു. ബാക്കിയെല്ലാം നമ്മുടെ വെറ്റിലയുടെ ഫ്ലേവർ ഉണ്ടാവില്ലേ, ആ ഐസ്ക്രീം ആട്ടോ എടുത്തത്. അപ്പോൾ ഞാനും അത് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് ഇക്കാൻ്റെ എടുത്തിട്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് സംഭവം. പക്ഷേ ഫുഡ് അടിച്ച് കഴിഞ്ഞ ഉടനെ ആയതുകൊണ്ട് എനിക്കത് വലിയ കഴിക്കണം എന്നൊരു മൂഡുണ്ടായിരുന്നില്ല. പർച്ചേസ് കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ കഴിക്കാൻ തോന്നുകയാണെങ്കിൽ അപ്പോൾ കഴിക്കാമെന്നും പറഞ്ഞിട്ട് നമ്മൾ നേരെ ഉള്ളിലോട്ട് പോയി പർച്ചേസൊക്കെ ചെയ്തു. പിന്നെ അവിടെ നിന്നൊന്നും വലിയ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. ഇതെന്നെ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ അവരെന്നെ ഓടിച്ചു കുന്നേറ്റോന്നും അറിയില്ല. അപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ എടുക്കാൻ പറ്റാത്തതെന്നുള്ളത്. ലുലുവിൽ അങ്ങനെ പെർമിഷനൊന്നും ഇല്ല കേട്ടോ വീഡിയോ എടുക്കാൻ. നമ്മൾ പിന്നെ അവരോട് ചോദിക്കണം, റിക്വസ്റ്റ് ചെയ്യണം. പ്രൊമോഷന് വേണ്ടിയിട്ട് ആൾക്കാർ പോയി വീഡിയോ എടുക്കുമ്പോൾ അവർ എന്ത് ചോദിച്ചിട്ട് പോകത്രേ. പക്ഷേ ഇതുവരെ എനിക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. എന്താണെന്നറിയില്ല, എന്നെ കാണുമ്പോൾ ഇനി പാവം തോന്നിയിട്ടാണോ എന്നറിയില്ല. എന്തായാലും എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ പർച്ചേസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഒരു കോഫിയുടെ ഐസ്ക്രീം മേടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സംഭവം. ഇനി അവൻ്റെ കാർ പിന്നെ ഇനി നേരെ വീട്ടിൽ പോകണം, സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റണം. അങ്ങനെ തിരിച്ചു പോകുമ്പോൾ വീണ്ടും എല്ലാവരും ഒരു കുലുക്കി കുടിച്ചു. ഇന്നലെ ഒരു കുലുക്കി കുടിച്ചു, ഇന്നും ഒരു കുലുക്കി കുടിച്ചു. ഇനിയിപ്പോൾ ഈ ആഴ്ച മുതൽ 2 ആഴ്ചത്തേക്ക് ഞാൻ ഫുൾ ഡയറ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ ഡയറ്റ് പൊട്ടിക്കുക എന്തായാലും. അപ്പോൾ എന്തായാലും എല്ലാം കഴിഞ്ഞ് ഇനി വീട്ടിലോട്ട് പോവുക. നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ തന്നെയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ച ലൈക്ക് ഷെയർ ചെയ്യാൻ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നമ്മുടെ യൂട്യൂബ് ചാനൽ, FB പേജ്, ഇൻസ്റ്റാ പേജൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അതേപോലെ നമ്മുടെ കഹാനിയിലെ കളക്ഷനൊക്കെ ആയിട്ട് ഞാൻ യൂട്യൂബ് വീഡിയോസും ലോങ് വീഡിയോസൊക്കെ ഇടാം കേട്ടോ.